മക്കളുടെ കൂട്ടുകെട്ട് നല്ലോണം ശ്രദ്ധിക്കണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നല്ല കൂട്ടുകാർ മാത്രമേ ഉണ്ടാകാൻ പറ്റൂ. പരിചയക്കാർ എത്ര ഉണ്ടായാലും കുഴപ്പമില്ല. പരിചയക്കാരും കൂട്ടുകാരും രണ്ടാണ്. പരിചയക്കാർ വേറെയാണ്, നാട്ടുകാർ മൊത്തം പരിചയക്കാരായതിന് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ എന്ന് പറയുന്നത് നല്ലവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. കാരണം മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും. നമ്മളിപ്പോൾ മോൾക്കൊരു കല്യാണം ആലോചിക്കാമെന്ന് വിചാരിക്കാം. ഉദാഹരണം പറഞ്ഞവേ മനസ്സിലാവും. നമ്മളെ മോൾക്കൊരു കല്യാണം വന്നു. മോൾക്കൊരു കല്യാണം വന്നാൽ ആദ്യം എന്താ ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടപ്പോൾ ഞാനീ പറയണേ, അല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാനീ പറയണേ? ഉണ്ടെങ്കിൽ ഒന്ന് തലയാട്ടലും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടപ്പോൾ ഞാനീ പറയണേ. ആ ഉണ്ട്. ശ്രദ്ധിക്കണമെങ്കിൽ വെറുതെ സമയം കളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചായ മുഅ്മിനീങ്ങളെ, ഉദാഹരണം മോൾക്കൊരു കല്യാണം വന്നു എന്ന് വിചാരിച്ചാലേ പോയി നടക്കുള്ളൂ. വിചാരിക്കുന്നുണ്ടോ? വിചാരിച്ചു. മോൾക്കൊരു കല്യാണം വന്നു. നമ്മൾ ആദ്യം എന്താ ചെയ്യാന്നറിയോ? ആരോടും അന്വേഷിക്കണതിൻ്റെ മുന്നേ ഓലെടുത്തുള്ള നിസ്കാര പള്ളികൾക്ക് ഒരു ദിവസം അസർ നിസ്കരിക്കാൻ പോകും. അതാണ് ആദ്യം ചെയ്യുക. അങ്ങനെ ആ പേരൻ്റെ അടുത്തുള്ള ആ ചെറിയ നിസ്കാര പള്ളിയിൽ ചെന്ന് അസർ നിസ്കരിക്കാൻ കൂടിയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ചായപ്പീടിക്ക് ചായ കുടിക്കാൻ പോകും. അങ്ങനെ ഒരു മധുരമില്ലാത്ത ചായയും ഒരു നെയ്യപ്പം കടിയും പറഞ്ഞിട്ട് അത് തിന്നിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അങ്ങനെ ഇരിക്കണ കുറച്ച് ആൾക്കാരുണ്ടാവും. ഓരോട് ചോദിക്കും, നമ്മളാ സുലൈമാനാജിൻ്റെ മൂത്ത മകൻ അബ്ദുറഹ്മാനെ പറ്റി എന്താ അഭിപ്രായം? പേരുകളൊക്കെ സാങ്കല്പിക്കണം കേട്ടോ. അങ്ങനെ ആ പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിനെ സ്വീപ്പാക്കാൻ നിൽക്കരുത്. നമ്മളാ അബ്ദുറഹ്മാനാജിയുടെ മൂത്ത മകൻ അല്ല സുലൈമാനാജിയുടെ മൂത്ത മകൻ അബ്ദുറഹ്മാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പോൾ ആ കൂടിയ ആൾക്കാർ പറയും, ചെറുക്കനൊന്നും കുഴപ്പമില്ല, വളരെ ഉഷാറാണ്, നല്ലോനാണ്, കുടുംബം നോക്കാനൊക്കെ പറ്റും, ഓൻ്റെ പേരക്കാരും ഒന്നും തരക്കടില്ല, ഒക്കെ ഉഷാറാണ്. ഓൻ്റെ ചങ്ങായിമാരൊക്കെ ഒരു കോച്ചറായാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് കോച്ചറായാണ്. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും. അതുകൊണ്ട് പരിചയക്കാർ എത്ര ഉണ്ടായാലും ഒരു പ്രശ്നമില്ല. കൂട്ടുകാർ നല്ലവർ മാത്രമേ ആകാവൂ. ചീത്ത കൂട്ടുകെട്ട് മനുഷ്യനെ ചീത്തനാക്കും, നല്ല കൂട്ടുകെട്ട് മനുഷ്യനെ നന്നാക്കും. ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വസ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി ഷഫീഉനാ റസൂലുള്ളാഹി. നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉദാഹരണം കസ്തൂരി വാഹകനെ പോലെയും ഉലയിൽ ഊതുന്നവനെ പോലെയും ആയിരിക്കുമെന്നാണ്.